തിരുവനന്തപുരം കോർപ്പറേഷന് ഉള്ളിൽ ഉള്ള 4 നിയോജക മണ്ഡലങ്ങളിൽ 2 നിയോജക മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് BJP നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലും കേരളത്തിലെമ്പാടും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ കോർപ്പറേഷൻ്റെ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 2 മാസം പൂർത്തിയാകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും എല്ലാ കൗൺസിലർമാരും ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ 2.5-3 മാസത്തെ ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതിൽ 4 അസംബ്ലി മണ്ഡലങ്ങളുള്ള 2 മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികളെ, BJP നേതൃത്വം കൊടുക്കുന്ന NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നത്, കോർപ്പറേഷന്റെ ഭരണസമിതിയുടെ പ്രവർത്തനം ശരിയായ വഴിക്കാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു. അതിനുള്ള കൂടുതൽ മാൻഡേറ്റ് തന്നിരിക്കുകയാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ പ്രധാനപ്പെട്ട പല ഇടപെടലുകളുമുണ്ട്. അതിൽ 2-3 എണ്ണം എടുത്തു പറഞ്ഞാൽ, ഒന്ന് ബഡ്ജറ്റ് അവതരണമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ സംസ്ഥാന തലസ്ഥാനം എന്ന നിലയ്ക്ക് എല്ലാ മേഖലയിൽപ്പെടുന്നവരുടെയും ഒരു ആശ്രയ കേന്ദ്രമാണ് തിരുവനന്തപുരം. അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ആശ്വാസം പകരുന്ന ഒരു ബഡ്ജറ്റാണ് കോർപ്പറേഷൻ ഭരണസമിതി അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റിനുള്ള അംഗീകാരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റെടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവാദിത്വമായിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ നടത്തിപ്പ് എന്നുള്ളത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നു. അതിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, റോഡുകൾ, ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റോഡുകളുടെ മെയിൻ്റനൻസ് വർക്ക് സാധാരണ നടക്കുന്നത് പൊങ്കാലയുടെ തലേദിവസമൊക്കെയാണ് നടന്നു തീരുന്നത്. എന്നാൽ 15-20 ദിവസം മുമ്പ് തന്നെ വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കിയതിനെ ജനങ്ങൾ അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ പൊങ്കാല സമയത്ത് ഉണ്ടായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിൽ ടാങ്കറുകൾ രംഗത്തിറക്കിക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. പൊങ്കാലയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ, പൊങ്കാല അർപ്പിച്ച് ജനങ്ങൾ പിരിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിച്ച ശുചീകരണ പ്രക്രിയ, അന്ന് തന്നെ രാത്രി 8:30 മണിയോടുകൂടി ഏറെക്കുറെ പ്രധാന റോഡുകളൊക്കെ പൂർത്തിയാക്കുകയും വെളുപ്പിനോടുകൂടി മുഴുവൻ പ്രദേശങ്ങളും വളരെ കൃത്യമായി നേരത്തെ നിശ്ചയിച്ച പ്രകാരം വൃത്തിയാക്കുവാനും സാധിച്ചു എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഒരു ചെറിയ കാറെങ്കിലും സിറ്റിയുടെ ഏതെങ്കിലും ഭാഗത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭീമമായ തുക പാർക്കിംഗ് ഫീസ് എന്ന ഇനത്തിൽ പിരിച്ചുകൊണ്ടിരുന്നു. സർക്കാർ സ്കൂളുകളുടെ സ്ഥലത്തുൾപ്പെടെ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പണം പിരിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ തന്നെ കയ്യോടെ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് കയ്യോടെ അതിനെയൊക്കെ തന്നെ തടയുവാനും അനധികൃതമായി വാങ്ങിയ പണമൊക്കെ തന്നെ വാഹന ഉടമകൾക്ക് തിരിച്ചു കൊടുക്കുവാനും നൽകി. അപ്പോൾ വലിയൊരു കൊള്ള പാർക്കിങ്ങിന്റെ പേരിൽ സർക്കാർ സ്കൂളുകളെ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയിരുന്നതിനെതിരായി നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ സ്ഥാപിച്ചു. അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് ഇത് ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. അതിന്റെ മുന്നോടി എന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളിൽ ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നും ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും വളരെ വലിയൊരു കയ്യടി നേടിയ അല്ലെങ്കിൽ അവർ അംഗീകരിച്ച ഒരു പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അതിനെ തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമമുണ്ടായി. അത് പരിഹരിക്കാൻ വേണ്ടി വളരെ സജീവമായിട്ട് ചരിത്രത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ കോർപ്പറേഷന്റെ ടാങ്കറുകളും സ്വകാര്യ ടാങ്കറുകൾ കോർപ്പറേഷൻ തന്നെ വാടകയ്ക്ക് എടുത്തുകൊണ്ടും നഗരത്തിന്റെ നാനാഭാഗത്തും തലങ്ങും വിലങ്ങും രാത്രിയും പകലും യാത്ര ചെയ്യുകയും അതോടൊപ്പം തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർ റൂം സജ്ജീകരിച്ച് ഹെൽത്ത് സൂപ്പർവൈസർമാർക്ക് തന്നെ അതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം ഞങ്ങൾ 3 മാസമായി തുടരുകയാണ്. കോർപ്പറേഷനിലെ 101 കൗൺസിലർമാരും രാപകൽ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ
വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ രാത്രിയും പകലും ഒക്കെ തന്നെ വെള്ളം എത്തിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളെയും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ അതിൽ രംഗത്തിറക്കാൻ വേണ്ടി കോർപ്പറേഷന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തെരുവ് നായ്ക്കളെ ഞങ്ങൾ ഷെൽട്ടറിനുള്ളിലാക്കും എന്ന് പറഞ്ഞതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ചില യുവജന സംഘടനകൾ ഉൾപ്പെടെ 1-2 ദിവസമൊക്കെ പ്രതിഷേധം ഉയർത്തി, അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അതിനെയൊക്കെ തന്നെ ഭരണസമിതിയുടെ ഒരുമിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സഹകരണത്തോടെ, ചില NGOകളുടെ സഹകരണത്തോടെ നമുക്ക് വിജയകരമായി ആ സമരങ്ങളെയൊക്കെ തന്നെ നടത്തിയ ഇടപെടലുകളെയൊക്കെ തന്നെ അതിനെ തടസ്സപ്പെടുത്താൻ നടത്തിയതിനൊക്കെ തന്നെ അതിജീവിക്കാൻ സാധിച്ചു. അതും ജനങ്ങൾ വലിയൊരു പ്രതീക്ഷ ഉണർത്തുകയാണ്. തീർച്ചയായിട്ടും തെരുവ് നായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിക്കുന്നതിൻ്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തന്നെ അത് പൂർണ്ണമായും പ്രാവർത്തികമാകും.